നമ്മൾ നോർമൽ പർച്ചേസ് ഇടാൻ വേണ്ടി ഒരു പ്രശ്നമില്ല. പർച്ചേസ് എടുക്കുക. ഓക്കെ, പർച്ചേസിൽ തന്നെ പോകണം. റിക്വസ്റ്റ് ഫോർ കോട്ട് അതിലൂടെ തന്നെ തുടങ്ങണം കേട്ടോ. ഡയറക്റ്റ് പർച്ചേസ് ബില്ല് അടിക്കാൻ ഇതിൽ ഓപ്ഷനില്ല. അതായത് സ്റ്റോക്ക് നമ്മൾക്ക് സ്റ്റോക്ക് ഇന്നും വേണം. സ്റ്റോക്ക് ഔട്ടൊക്കെ പോകുന്ന കേസിലാണെങ്കിൽ സ്റ്റോക്ക് ഇന്ന് വരുന്ന കേസിൽ ഇവിടെ വെണ്ടർ സെലക്ട് ചെയ്യുന്നു. എന്താണെന്ന് വെച്ചാൽ വെണ്ടർ സെലക്ട് ചെയ്യുന്നു, നമ്മുടെ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, പ്രൊഡക്റ്റ് സെലക്ട് ചെയ്ത് നമ്മൾ എമൗണ്ട് അടിക്കുന്നു. നമ്മൾ എന്തടിക്കുന്നു, ഇവിടെ ഇപ്പം കൊട്ടേഷൻ വേണമെങ്കിൽ പ്രിൻ്റ് എടുക്കാം, അല്ലെങ്കിൽ കൺഫേം ഓർഡർ അടിക്കാം. ഓക്കെ, അതായി. പിന്നെ റിസീവ് പ്രൊഡക്ട്സ് എന്തായാലും അടിക്കണം. റിസീവ് പ്രൊഡക്ട്സ് അടിക്കണം. റിസീവ് പ്രൊഡക്ട്സ് അടിച്ചിട്ട് വാലിഡേറ്റ് ചെയ്യണം. അതായത് 1 ഡിമാൻഡ് ചെയ്തിട്ട് 1 തന്നെയാണോ കിട്ടിയത്, ചിലപ്പം 10 ഡിമാൻഡ് ചെയ്താൽ 5 കിട്ടാം. അങ്ങനത്തെ കേസിലാണ് ഇത് പറയുന്നത്. ഇപ്പോൾ ഇവിടെ വാലിഡേറ്റ് ചെയ്യുന്നു. ഓക്കെ, അത് വാലിഡേറ്റ് ചെയ്യും. ഇനി ഈ PO ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിത് ബില്ല് കിട്ടിയത്, അപ്പോൾ പാർട്ടി ബില്ല് തന്നെങ്കിൽ പാർട്ടീൻ്റെ ബില്ലൊക്കെ അടിച്ചിട്ട് ക്രിയേറ്റ് ബിൽ. ഓക്കെ, അത് കൺഫേം. ഇൻവാലിഡ് ഓപ്ഷൻ ബിൽ റീഫണ്ട് ഡേറ്റ്, അതിവിടെ ഡേറ്റ് വന്നിട്ടില്ല, അതുകൊണ്ടാണ് ആ ഡേറ്റ് അടിക്കുക, ബിൽ ഡേറ്റ്. ഓക്കെ, കൺഫേം, ഫിനിഷ്. ഇത്രേ ഉള്ളൂ നമ്മളൊരു പർച്ചേസ് ബില്ല്. അതായത് റിസീവ്, ഇത് ശ്രദ്ധിക്കേണ്ടത് റിസീവ് പ്രൊഡക്റ്റ് അടിച്ചിരിക്കണം. റിസീവ് പ്രൊഡക്റ്റ് അത് അടച്ചിരിക്കണം. കാരണം അതല്ലെങ്കിൽ നമ്മൾ സ്റ്റോക്ക് നമ്മൾ ഇൻവെൻട്രിയിലേക്ക് വരില്ല. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്.